കൊച്ചി നഗരസഭ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് 4 വർഷം മുമ്പ് ആരംഭിച്ചാണ് സമൃദ്ധി ക്യാൻറ്റീൻ. ഇത് വളരെയധികം വിജയകരമായി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല നിരവധി കൊച്ചി നഗരത്തിലുള്ള നിരവധി ആളുകൾക്കാണ് വലിയ സഹായമായി ചേർന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ കൊച്ചി നഗരസഭയുടെ ഈ ഒരു കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുണ്ട്, സമൃദ്ധി ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്ന് ആദ്യകാലം മുതൽ തന്നെ ജോലി ചെയ്ത നിരവധി ആളുകളുണ്ട്. എത്ര വർഷമായി ഇവിടെ? 4 വർഷം. ആദ്യം മുതൽ തന്നെ ഉണ്ട് അല്ലേ? 4-ാം വർഷത്തേക്ക് കിടക്കുകയാണ്. എങ്ങനെയാണ് പ്രതികരണം പറയാനുള്ള സന്തോഷമൊക്കെ? ഞങ്ങൾക്ക് ഇനിയും ഇതിൽ കൂടുതൽ ആൾക്കാരോട് വരുന്നതാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി നല്ലൊരു സക്സസ് ആയി ഞങ്ങൾ മുന്നേറുകയാണ്. ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങളുടെ സമൃദ്ധി തന്നെ ഇപ്പോൾ കടവന്ത്രയിൽ തുടങ്ങിയിട്ടുണ്ട്, ഷിപ്പ് യാർഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഞങ്ങളുടെ പുതിയ ഔട്ട്ലെറ്റുകളും ലോകമെമ്പാടും പ്രശസ്തി ആർജിക്കണം. ഇപ്പം ആർജിച്ചിട്ടുണ്ട്, മുന്നോട്ടും അത് തുടരണമെന്നാണ് ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മയുടെ ഒരു സംരംഭമാണ് ഞങ്ങളുടെ സമൃദ്ധി. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ തുടക്കത്തിൽ നിങ്ങൾ എത്ര സ്റ്റാഫുകളുണ്ടായിരുന്നു? ഇപ്പോൾ എത്ര സ്റ്റാഫ്? 14 പേരായിട്ടാണ് ഞങ്ങൾ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് ഞങ്ങൾ കുറച്ച് പേരായിട്ട് അഡീഷണൽ ആയിട്ട് എടുത്ത് ഇപ്പോൾ 10-200 പേരിൽ ഉണ്ട് ആൾക്കാർ. 200 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം, ഒരു ഇതായി മാറിയില്ല. അവർക്കൊരു ജീവിത മാർഗവും കൂടിയായി ഞങ്ങളിലൂടെ. അത് കാരണം ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഇതിൽ. മറ്റൊന്ന് ഇനിയിപ്പോൾ റെയിൽവേയിലെ കാറ്ററിംഗ്, ഈ കാറ്ററിംഗ് രംഗത്ത് കൂടി മാറുകയാണ് അല്ലേ? ഈ കാറ്ററിംഗ് രംഗത്ത് കൂടി മാറുകയാണ് ഇപ്പോൾ സമൃദ്ധിക്കുന്നത്. അതിനെ കുറിച്ച് പറയാമോ? ഈ കാറ്ററിംഗ് ഞങ്ങളിപ്പോൾ റെയിൽവേയിലേക്ക് കൊടുത്തു തുടങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങൾ 3-4 മാസമായി. ഇനിയിപ്പോൾ അത് ഈ കാറ്ററിംഗിലേക്കും കൂടി മാറുകയാണ്. ഞങ്ങളത് നല്ല എൻജോയ് ചെയ്തിട്ട് ഞങ്ങളതെല്ലാം സമയത്തിന് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നിലവിലിപ്പോൾ ഒരു നിങ്ങൾ നേരിട്ട് കൊടുക്കുന്ന രീതിക്കല്ലല്ലോ അല്ലേ? ഈ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരിട്ട് കൊടുക്കുന്ന രീതിയല്ല. പക്ഷെ ഇനിയിപ്പോൾ ഈ കാറ്ററിംഗിന് മുമ്പ് അവർ ആ വെബ്സൈറ്റിൽ കയറി നിങ്ങളെ കൃത്യമായി എങ്ങനെ അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയാമോ? പ്രൊസീജിയർ നമ്മൾ സ്മാർട്ട് ഓൺലൈനിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. പാസഞ്ചേഴ്സിന് അവരുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അവർക്ക് തന്നെ ഏത് റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ആപ്പിൽ തന്നെ അവൈലബിൾ. അപ്പോൾ ആപ്പിൽ അവർക്ക് വേണ്ട ഫുഡ് ആ ഒരു ടൈമിങ്ങിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്തിടാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഡെലിവറി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം എത്രത്തോളം ഫുഡ് അല്ലെങ്കിൽ എത്രത്തോളം ഊട് പോകുന്നുണ്ട്, അങ്ങനെ എങ്ങനെ കണക്ക് പറയാൻ പറ്റുമോ? ഏകദേശം പറയാൻ പറ്റുമോ? 3000 ഒക്കെ പോകാറുണ്ട്. ഒന്ന് മാത്രമാണ്. കടവന്ത്രയാകുമ്പോൾ പിന്നെയും കൂടും. കടവന്ത്രയുണ്ട്, ഷിപ്പ് യാർഡുണ്ട്. നമുക്ക് ഇതുണ്ടല്ലോ. ഇത്രയും ചിലവ് കുറവിൽ സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും വന്ന് കഴിക്കാവുന്നതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഞങ്ങളിവിടെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസാണ്. അപ്പം ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡും, ഞങ്ങൾക്ക് അങ്ങനെ വേറെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പേരോളം വന്നാലും ഞങ്ങളിപ്പോൾ കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായ കണക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഞങ്ങൾ ഇന്ന് വെക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരു 10,000 പേർക്കുള്ള സാമ്പാറാണ് ഞങ്ങൾ ഇന്ന് വെക്കുന്നത്. വളരെയേറെ നന്നായിട്ടുണ്ട്. മേയറുടെ സപ്പോർട്ട്, ഒരുപാട് സപ്പോർട്ട്, സപ്പോർട്ട് എല്ലാം കൊണ്ട് ഞങ്ങളെ വളരെയേറെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിയുടെ സമൃദ്ധി 4-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. സമൃദ്ധി പുതിയ പുതിയ ലാവണങ്ങൾ തേടിപ്പിടിക്കുക എന്നതാണ് അതിൻ്റെ ഒരു ശൈലി. അതുകൊണ്ടാണ് ഒരു 13 പേരായിട്ട് തുടങ്ങിയ സ്ഥാപനം 200-ലേറെ പേരിലേക്ക് മാറി. എന്തായാലും ഇത് വളരെയധികം പേർക്ക് ജോലി സാധ്യത ലഭിച്ചു എന്ന് മാത്രമല്ല, കുറേ ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ കുറേ ആളുകൾക്ക് ജോലി കിട്ടുന്നു. അങ്ങനെ ഒരു ബൃഹത്തായ ഒരു സംവിധാനമായി ഈ ഒരു സമൃദ്ധി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ 4-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഏറെ അഭിമാനകരമായി ഇത്രത്തോളം സ്ത്രീകൾ, ഇപ്പോൾ നമ്മുടെ എൻ്റെ പിന്നിലുള്ളത് ഇത് മാത്രമല്ല, ഇവർ പറയുന്നത് 300-ലധികം ആളുകളുണ്ടല്ലേ? 300-ലധികം ആളുകൾക്ക് ഒരു വലിയ ജോലി കിട്ടുന്ന സംരംഭമായി മാറി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറമാൻ അനന്തിനൊപ്പം സിബി ജോസഫ്, മീഡിയ 1 കൊച്ചി.